ആർഷോ ഈ കാര്യത്തിൽ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന് കാണാൻ സാധിക്കുമോ? ഇത് നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ്. മധ്യപ്രദേശിൽ BJP ഭരിക്കുന്ന സംസ്ഥാനത്ത് വ്യാപത്തിന്റെ പേരിൽ നടന്ന അഴിമതിയെക്കുറിച്ച് നമുക്കറിയാവുന്നതാണ്. ഇന്നും അതിൻ്റെ പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിക്കാനായിട്ടില്ല. എത്രയോ കൊലപാതകങ്ങൾ വരെ അതിൻ്റെ പേരിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നിരിക്കെ ആരാണ് അതിന് പിന്നിൽ എന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലൂടെയാണ് BJP ഗവൺമെൻറ് അതിനെ കൊണ്ടുപോയത്. ഇപ്പോൾ രാജ്യം ഭരിക്കുന്നത് BJP ആണ്. രാജ്യത്തെ വിദ്യാഭ്യാസത്തിൻ്റെ മന്ത്രിതലത്തിൽ BJP നേതാവാണ് ഉള്ളത്. ഈ പറയുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നു. എന്തെങ്കിലും തരത്തിലുള്ള ഒരു അന്വേഷണം നടന്നു പോയി എന്നതുകൊണ്ട് കാര്യങ്ങൾ വ്യക്തമായി പുറത്തേക്ക് വരുമെന്നും യുവാക്കൾക്ക് നീതി കിട്ടുമെന്നും കാണുന്നുണ്ടോ? ഇത് ഒന്നോ രണ്ടോ ഇടങ്ങളിൽ നടന്ന ചെറിയ തട്ടിപ്പല്ല. ഇത് രാജ്യവ്യാപകമായി തന്നെ നടന്ന, നമ്മൾ ഇന്നോളം കണ്ടിട്ടില്ലാത്ത നിലയിലേക്കുള്ള ലക്ഷക്കണക്കിന് രൂപ ഇറക്കി നടത്തിയിട്ടുള്ള വലിയ തട്ടിപ്പാണ്. ഇപ്പോൾ ഈ അന്വേഷണം, ബീഹാറിൽ ആരംഭിച്ച അന്വേഷണം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഇപ്പോൾ കടന്നല്ലോ. ഉത്തർപ്രദേശിലേക്ക്, ഹരിയാനയിലേക്കൊക്കെ അന്വേഷണം വ്യാപിക്കുന്ന നിലയുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾ നൽകിയ മൊഴി നമ്മൾ മാധ്യമങ്ങളിലൂടെ പുറംലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ പോലെ ദിവസങ്ങൾക്ക് മുൻപ് രഹസ്യ കേന്ദ്രത്തിലെത്തിച്ച് ചോദ്യപേപ്പറുകൾ കൈമാറിയതുമായി ബന്ധപ്പെട്ട് 30-40 ലക്ഷം രൂപ കൊടുത്ത് ചോദ്യപേപ്പർ വാങ്ങിയതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ്. സ്വാഭാവികമായും ആ വിവരങ്ങളുടെ തുടർച്ചയിൽ അല്ലെങ്കിൽ അതിൻ്റെ മറ്റു വിശദാംശങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായും ഉന്നത BJP നേതൃത്വം തന്നെ അതിൽ പ്രതിയാക്കപ്പെടും എന്നുള്ളതിനകത്ത് തർക്കമില്ല. ആ നിലയിലേക്കുള്ള തട്ടിപ്പിനെയാണ് ഇവർ ലഘൂകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. നേരത്തെ BJPയുടെ പ്രതിനിധി ഈ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പറഞ്ഞു, എന്ത് യോഗ്യതയുണ്ട് നിങ്ങൾക്ക് ഇവിടെ വന്നിരുന്നത് പറയാൻ വേണ്ടിയിട്ട് എന്നാണ്. 24 ലക്ഷം കുട്ടികൾ. അപ്പോൾ അതിൽ കേന്ദ്ര സർക്കാർ ഇടപെടൽ നടത്തും. എന്ത് ഇടപെടലാണ്? ഒരു LA അനക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഈ ഘട്ടം വരെ തയ്യാറായിട്ടുണ്ടോ? പുനഃപരീക്ഷ 1500 വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് അനധികൃതമായി നൽകിയ വിദ്യാർത്ഥികളുടെ പുനഃപരീക്ഷ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള ഒരു ഇടപെടൽ. അത് തന്നെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഇടപെടലിനെ തുടർന്നാണ്. ഈ വിവരങ്ങൾ ആദ്യം പുറത്തു വന്നപ്പോൾ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ക്രമക്കേടുണ്ട് എന്ന നിലയ്ക്ക് അതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യപ്പെട്ട ഘട്ടത്തിൽ തന്നെ വിദ്യാർത്ഥികൾ രംഗത്തെത്തുമ്പോൾ അങ്ങനെ ഒരു ക്രമക്കേടും നടന്നിട്ടില്ല എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി മുൻകൈയെടുത്ത ആളുകളായിരുന്നില്ല ഈ സംവിധാനങ്ങളുടെ ഒക്കെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നത്. ഒരു ഘട്ടത്തിനിപ്പുറം തുടർച്ചയായ സമരങ്ങളിലൂടെ ബഹുമാനപ്പെട്ട കോടതികളുടെ ഇടപെടലിലൂടെ വലിയ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് പൊതുസമൂഹത്തിന് മുൻപിലേക്ക് വെളിവാക്കപ്പെട്ടപ്പോൾ നിക്കക്കള്ളി ഇല്ലാതെ തട്ടിപ്പ് നടന്നു എന്ന് സമ്മതിക്കാൻ വേണ്ടി തയ്യാറായ ആളുകളാണ് നിങ്ങൾ. അതുവരെ ബഹുമാനപ്പെട്ട കോടതി ഇടപെടൽ ഉണ്ടാകുന്നത് വരെ അങ്ങനെ ഒരു ക്രമക്കേടും നടന്നിട്ടില്ല. ഇപ്പോൾ നേരത്തെ തന്നെ BJP പ്രതിനിധി തന്നെ ചർച്ചയിൽ സൂചിപ്പിച്ചത് ഇത് ഈ നീറ്റിനെ ആകെ മോശമായി ചിത്രീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ചില കേന്ദ്രങ്ങളിൽ നിന്നുള്ള ശ്രമമാണെന്നുള്ള നിലക്കാം. അത് ആ നിലക്കുള്ള ഒരു ശ്രമമല്ല. ഈ നീറ്റ് മറയാക്കിക്കൊണ്ട് ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് വലിയ തട്ടിപ്പിന് നിങ്ങൾ നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ലക്ഷക്കണക്കിന് രൂപയുടെ തട്ടിപ്പിന് നിങ്ങൾ നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അവിടെ തീരുന്നില്ലല്ലോ. ഈ കാലഘട്ടത്തിൽ, ഈ ഘട്ടത്തിൽ നടക്കുന്ന മുഴുവൻ പരീക്ഷകളുമായി ബന്ധപ്പെട്ടും ഈ സ്ഥിതിയല്ല ഉണ്ടാവുന്നത്. UGC നെറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് നേരത്തെ അവതാരകൻ സൂചിപ്പിച്ച ഘട്ടത്തിൽ പറഞ്ഞുപോയി ഇതിൻ്റെ നിലവാരത്തെ സംബന്ധിച്ച്. ഇപ്പോൾ ഈ കൂട്ടത്തിൽ തന്നെ വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്യേണ്ടുന്ന വിഷയങ്ങളിലൊന്നാണല്ലോ ഇപ്പോൾ റദ്ദ് ചെയ്യപ്പെട്ട നെറ്റ് പരീക്ഷയ്ക്കകത്ത് ഉയർന്നു വന്ന ചോദ്യങ്ങൾ ഇതായിരുന്നു. തിയേറ്റർ വിഭാഗം പരീക്ഷയിൽ ഉയർന്നു വന്ന ചോദ്യങ്ങളിൽ ഒന്ന് പ്രാണപ്രതിഷ്ഠ നടന്ന ദിവസം എന്നാണ്. രണ്ടാമത്തെ ചോദ്യം രാമായണത്തിൽ ഹനുമാനെ വർണ്ണിക്കുന്ന ഭാഗം ഏതാണ്? മറ്റൊരു ചോദ്യം മഹാഭാരത യുദ്ധത്തിൽ മരിക്കാതെ യുദ്ധം കണ്ട ആളാരാണ്? അപ്പോൾ ഇതാണ് ഈ നടന്ന പരീക്ഷകളുടെ ചോദ്യങ്ങളുടെ നിലവാരം എന്നുള്ളത്. ഈ നിലയിൽ എന്താ പറയുക, നമ്മുടെ രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി, വിദ്യാഭ്യാസ മേഖലയെ സംഘപരിവാരവൽക്കരിക്കുന്നതിന് വേണ്ടിയൊക്കെ കഴിഞ്ഞ നാളുകളിൽ നടത്തിയിട്ടുള്ള ഇടപെടലുകൾക്ക് തുടർച്ചയുണ്ടാകുന്നു. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയെ ആകെ തട്ടിപ്പിൻ്റെ കേന്ദ്രമാക്കി മാറ്റുന്നതിന് വേണ്ടി, അഴിമതിയുടെ കേന്ദ്രമാക്കി മാറ്റുന്നതിന് വേണ്ടി നിങ്ങൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ ശ്രമത്തിനെതിരെ രാജ്യത്ത് ഉയർന്നു വരുന്ന പ്രക്ഷോഭത്തെ ചെറുക്കാൻ വേണ്ടി നിങ്ങൾക്ക് കഴിയില്ല എന്നുള്ളത് സംഘപരിവാറിനെയും BJPയുടെ നേതൃത്വത്തെയും ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടി കൂടി ഈ അവസരത്തെ ഉപയോഗിക്കുകയാണ്. നിങ്ങൾ വിദ്യാർത്ഥികളുടെ ഭാവി വെച്ച്, അവരുടെ സ്വപ്നങ്ങൾ വെച്ചാണ് നിങ്ങൾ പന്താടിക്കൊണ്ടിരിക്കുന്നത്. അത് വെച്ചാണ് നിങ്ങൾ ഈ അഴിമതിയും തട്ടിപ്പും നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും വിദ്യാർത്ഥികളുടെ പ്രതിഷേധ ചൂടിൽ നിങ്ങൾ ഒടുങ്ങുമെന്നുള്ളതിനകത്ത് തർക്കമില്ല. ശക്തമായിട്ടുള്ള സമരങ്ങളാണ് രാജ്യത്ത് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്.